ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോൾ സ്കൂളിൽ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അത് കാണുമ്പോൾ കൃഷ്ണമോളോട് പോകേണ്ട എന്നാണ് ബബിതയും രോഹിത്തും വൈജയന്തിയും ഒക്കെ പറയുന്നത്. കാരണം ഇന്ന് എല്ലാവരും വന്നിട്ട് അലീനയെ പുറത്താക്കുന്ന ദിവസമാണല്ലോ, അപ്പോൾ നിനക്ക് അത് കാണാനുള്ള ഭാഗ്യമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട്. ആ സമയം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് വീഡിയോ എടുത്തു വെച്ചാൽ മതി, ഞാൻ വന്നിട്ട് കാണിച്ചു തന്നാൽ മതിയെന്ന്. എന്തൊക്കെ തന്നെയായാലും അലീനയെ ഇവിടുന്ന് ഇറക്കി വിടൂല എന്ന കാര്യം കൃഷ്ണമോൾക്ക് നന്നായിട്ടറിയാം. അതിനുശേഷം രേവതിക്കുട്ടിയും ഗ്രേസമ്മയൊക്കെ അലീനയെ കൊണ്ടുപോകാനായിട്ട് വരികയാണ്. അപ്പോൾ അവർ ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി വൈജയന്തിയെ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്. രേവതിക്കുട്ടിയാണെങ്കിൽ വൈജയന്തി ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അലീനയുടെ മുമ്പിൽ വെച്ച് രേവതിക്കുട്ടി വൈജയന്തിയോട് പറയുന്നുണ്ട്, അലീനയുടെ മുന്നിൽ വെച്ച് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീനയെ പോലെ തന്നെയുണ്ടല്ലോ, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ സംസാരം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ വൈജയന്തിക്ക് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല. അലീന ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇവൾ തുറന്നു പറയുമോ എന്നുള്ളതൊക്കെ ആലോചിച്ച് അങ്ങനെ തന്നെ പിന്നീട് ഗ്രേസ് അമ്മയോടും മാമച്ചനോടും ഒക്കെ വൈജയന്തി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൊണ്ടുപോകാനാണ് വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ കൊണ്ടുപോയിക്കോ, എത്ര നാളായി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു, പക്ഷേ എത്ര ആട്ടി ഓടിച്ചിട്ടും പോകുന്നില്ല എന്നൊക്കെ വൈജയന്തി പറയുകയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് വന്നത് എന്ന് പറയുമ്പോൾ, കൊണ്ടുപോയിക്കോ, പക്ഷേ അനുഭവിക്കും, കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾ എന്ന് പറയുകയാണ് വൈജയന്തി. പിന്നെ അലീന ചെന്നിട്ട് ബാലേന്ദ്രനോട് ഗ്രേസമ്മയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല, പോകേണ്ട, കാരണം മാമച്ചൻ്റെ വീട് അവർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, നിന്നെ അവർ എന്തെങ്കിലും ചെയ്യും. ഇത് കേട്ട് പേടിച്ചിരിക്കുകയാണ് അലീന.